ഹായ് ഒരു ഏവർക്കും ട്രാപ്റ്റഡ് മല്ലിന്റെ ഒരു ലൈവ് ട്രാപ്റ്റഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 25 ഒക്ടോബർ 2024. ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇന്ത്യൻ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിന്റെ ഒരു വളരെ ഉം, വിലപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ ഇന്ന് മാർക്കറ്റ് കടന്നു പോകുന്നത്. ബിക്കോസ് മാർക്കറ്റിലെ ഇപ്പോൾ നിൽക്കുന്നത് നല്ലൊരു ക്രാഷ് ആണ്. നിയർലി 1000 പോയിന്റിന്റെ ഒരു മാർക്കറ്റ് ക്രാഷ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് മാർക്കറ്റിന് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഷോർട്ട് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിങ്ങിന് മുകളിൽ ഈ ഒരു സിങ്ങിന് മുകളിൽ മാർക്കറ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഏരിയ നിന്ന് എൻട്രി എടുക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ നിയർലി മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്രാഷ് തരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹാൻഡ് ആയിട്ടില്ല. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പുഷ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് താഴത്തോട്ട് ഷോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്നൊക്കെ ഷോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ലിക്വിഡിറ്റി ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, എവിടെ ആളുകളുടെ സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആയിരിക്കും, റീറ്റെയിലേഴ്സ് ഏത് ഏരിയയിൽ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസസിനെ എങ്ങനെ ഹണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം ഞാൻ എന്റെ മെമ്പർഷിപ്പ് വീഡിയോയിൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് വീഡിയോയിൽ പറയുന്നുണ്ട്. മെമ്പർഷിപ്പ് വീഡിയോ കാണാനായിട്ട് ട്രാപ്റ്റഡ് മല്ലു എന്ന് സെലക്ട് ചെയ്യും. അതിനകത്ത് ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പും രണ്ടാമത് അഡ്വാൻസ് വോളിയം ട്രാപ്പും ഇത് രണ്ട് മെമ്പർഷിപ്പാണ്. അതായത് ഒരു വർഷത്തിനകം കുറച്ച് നാളായി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പിൽ ജോയിൻ ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അഡ്വാൻസ് വോളിയം ട്രാപ്സിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വോളിയം ട്രാപ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്ന സൈക്കോളജി രീതിയുമാണ്. അതിനകത്ത് സൈക്കോളജി വീഡിയോസും ഞാൻ ലൈവായിട്ട് അതിനകത്ത് ട്രേഡ് എടുത്ത് കാണിക്കുന്നതുമാണ്. അപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് വീഡിയോ എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടുന്ന് ഷോർട്ട് ചെയ്യാനുള്ള പ്ലാൻ. അപ്പൊ ഞാൻ ഇതിനു മുന്നേ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഒരു കോൾ ഔട്ട് ടിപ്സോ ഈ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. ഒരിക്കലും ഞാൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ബട്ട് എന്റെ ടെലഗ്രാം ചാനലിനകത്ത് ഞാൻ ഒരു അപ്ഡേഷൻ കൊടുത്തിരുന്നു. ക്ലിയർ പറഞ്ഞു. ക്ലിയർ ആയിട്ട് ഈ ഒരു ബ്രേക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി കണ്ടെത്തുക അല്ലെങ്കിൽ സ്വയം ലിക്വിഡിറ്റി ആകുക എന്ന് പറയുന്നത്. ബിക്കോസ് അതിന് പിന്നിലെ റീസൺ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എന്താണ് ക്രിയേറ്റ് ചെയ്തത്, എന്തുകൊണ്ട് ഈ ഏരിയ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ലിക്വിഡിറ്റി ആകാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇന്ന് ഡീപ്പായിട്ട് ബേസിക് ടു അഡ്വാൻസിനകത്താണ് ഞാൻ ലിക്വിഡിറ്റിനെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഞാൻ ഡീപ്പായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം. മാർക്കറ്റിൽ നോക്കുക, ഓവറോൾ എന്താണ് ഡൗൺ ട്രെൻഡ് ആണ്. കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ കഴിഞ്ഞ സൺഡേയിലെ എന്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഒരു നിയർലി 1500 പോയിന്റിന്റെ മൂവ് വരാനുണ്ട്. ഇതിൽ ഈ ഒരു സെല്ലിങ്ങും ഇതിനുശേഷം ഈ സൈഡ് വേസ് മൂവും ഏകദേശം എക്സാക്ട് ഞാൻ ഈ ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്യും, മാർക്കറ്റ് ക്രാഷ് ചെയ്യും, താഴത്തോട്ട് ക്രാഷ് ആകുമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പ്രീപ്രെഡിക്റ്റീവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണുക, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോയുടെ ലിങ്ക് ക്ലിയർ ആയിട്ട് കാണുക, എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിലെ റീസൺ. അതിനുശേഷം ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് ഷോർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ ഏരിയയിലെ ലിക്വിഡിറ്റി. അത് ഞാൻ ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞുതരാം. മാർക്കറ്റ് ഓവറോൾ ഡൗൺ ട്രെൻഡ് ആണ്. ഓവറോൾ ഡൗൺ ട്രെൻഡ് ആണ്. ഓവറോൾ ഡൗൺ ട്രെൻഡ് നിൽക്കുമ്പോൾ ലാസ്റ്റ് ഡേയിൽ ഒരു ചെറിയൊരു റിക്കവറി മാർക്കറ്റ് ഒന്ന് കൊടുത്തിരുന്നു. ചെറിയൊരു റിക്കവറി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ എന്താ ക്ലിയർ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഇതിൽ തന്നെ ഓപ്പൺ ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, കണ്ടിന്യൂ ക്വിക്ക് ഫോൾ. ആദ്യത്തെ മണിക്കൂറിൽ തന്നെ നിയർലി 800-900 പോയിന്റിന്റെ ഒരു ഫോൾ തന്നു കഴിഞ്ഞു. 800-900 പോയിന്റ് തന്നു കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ മണിക്കൂറിൽ ചാടി കയറിയവർക്ക് ലോട്ടറി കിട്ടിയ പോലെ താഴത്തോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതർവൈസ് പേടിച്ച് നിൽക്കുന്ന റീറ്റെയിലേഴ്സ്, സാധാരണക്കാർ റീറ്റെയിലേഴ്സ് എന്താണ് ചെയ്യുക, അവര് മേ ബി കുറച്ച് ആളുകൾ മുകളിലോട്ട് എൻട്രി എടുക്കുന്ന, കുറച്ച് ആളുകൾ താഴത്തോട്ട് എൻട്രി എടുക്കാം. അത് റീറ്റെയിലേഴ്സിന്റെ ഇഷ്ടമാണ്. ആരൊക്കെ എങ്ങോട്ട് എൻട്രി എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഭൂരിഭാഗം റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുന്നത് രീതി പറഞ്ഞുതരാം. ഇത്രയും വലിയൊരു ഫോൾ വന്നതിന് ശേഷം അവർ വെയിറ്റ് ചെയ്യും. അവർ ഇതേപോലെ ഒരു റീട്രേസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഈ ലോ എന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ലോ എന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അവർ ഷോർട്ട് ചെയ്യും. അവർ ഓരോ ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ അവർ ഷോർട്ട് ചെയ്യും. അവർ ഓരോ ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ അവർ ഷോർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക, ഇവിടെ രണ്ട് തരത്തിലെ ആളുകൾ വരും. എന്താണ് റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ്. ഈ ഏരിയയിൽ ഫുള്ള് റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സും ഈ ഏരിയയിൽ വരാൻ സാധ്യതയുണ്ട്. റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് വരാൻ സാധ്യതയാണ് കൂടുതൽ. അതിന് വലിയ റീസൺ ഇവർ ഓരോ ലോയിലും നോക്കുക, ഓരോ ലോയിലും ഇവിടെ സെല്ല് ചെയ്യാണ്. ഇവിടെ സെല്ല് ചെയ്യും, ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യും, ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യും, എല്ലായിടത്തും സെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്ലിയർ ഒരു ട്രയാങ്കിൾ പാറ്റേൺ
ചാർട്ട് പാറ്റേൺ ഓക്കെ നോക്കുക, കണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയർ ഏത് സൈഡിലോട്ടാണ് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ തന്നേക്കുന്നത്? ഇവിടെ ബ്രേക്ക് ഡൗൺ തന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ തന്നു കഴിയുമ്പോൾ ഓൾറെഡി എന്താണ് ഇവിടെ ഉള്ളത്? ഈ ഓൾറെഡി നിറയെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അവർ ഒന്നും കൂടി കുറച്ചുകൂടി ആളുകൾ കുറച്ചും കൂടി റീറ്റെയിലേഴ്സിന് കോൺഫിഡൻസ് ആവും. ഇനി ഇതിന്റെ ഈ പാറ്റേണിന്റെ ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് വന്നിട്ടുണ്ട്, ഇത് മാർക്കറ്റിന് ക്വിക്കായിട്ട് താഴത്ത് വരും. ആ ഒരു പ്രതീക്ഷയിലാണ് അവർ ഇവിടുന്ന് സെല്ല് ചെയ്തത്. സോ അങ്ങനെ സെല്ല് ചെയ്യുന്നവരെ മാർക്കറ്റ് എന്താ ചെയ്യുക? മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്യും? മാർക്കറ്റ് മുകളിലോട്ടൊന്ന് കണ്ടോ, മുകളിലോട്ടൊന്ന് കൊണ്ടുപോകും. അതായത് ഈ വന്നവരുടെ അറ്റ്ലീസ്റ്റ് ഈ വന്നവരെ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് മുകളിലോട്ടൊന്ന് പോയി ഹണ്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, ഹണ്ട് ചെയ്യാനായിട്ട് പോകും, അല്ലെ ഹണ്ട് ചെയ്യും. ഈ ഏരിയയിലുള്ള റീറ്റെയിലേഴ്സിന് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും. ഹണ്ട് ചെയ്തതിന് ശേഷം ആക്ച്വൽ അവരുടെ സെല്ലിങ് ഈ ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള ബാക്കിയുള്ളവർ എല്ലാത്തിനും ഔട്ട് ചെയ്തതിന് ശേഷം വരാനാണ് സാധ്യത. നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിയാൽ മനസ്സിലാകേണ്ട വലിയൊരു ക്വിക്ക് വലിയൊരു ക്യാനിലോട്ട് കൂടി താഴത്ത് വരുന്നത് നിങ്ങൾ കാണുക. അതെന്ത് എങ്ങനെയാണ് വന്നത്? ആദ്യം ബ്രേക്ക് ഡൗൺ തന്ന് താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ തന്ന് എല്ലാവരും വിശ്വസിപ്പിച്ച് അവരുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത് മുകളിലോട്ട് പോയി. അതിനുശേഷമാണ് മാർക്കറ്റ് താഴത്ത് വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലിയർ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ട്രാപ്പിംഗ് ഏരിയ ആണ്. പക്ഷെ ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഞാൻ ഈ ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇത് വരും, മാർക്കറ്റ് പോകുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഞാൻ സെല്ല് ചെയ്യുന്നില്ല? ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇതിന് മുകളിൽ മൂവ് ആകട്ടെ. ഓക്കെ, ഈ ഏരിയ നിങ്ങൾ പക്ഷെ ഒരു തരത്തിൽ നിങ്ങൾ പ്രീമിയം ചാർട്ടും കൂടി ഒന്ന് എടുത്ത് നോക്കിയാണ്, നിങ്ങൾ ഏതാണ് പ്രീമിയം ചാർട്ടും കൂടി ഉപയോഗിക്കുന്നത്, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഏരിയയിൽ വന്നവരുടെ സ്റ്റോപ്പ് ലോസസ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രീമിയത്തിൽ ഈ ഒരു സ്പൈക്ക് വന്നപ്പോൾ ഒന്ന് ഹണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഹണ്ട് ആയിട്ടുണ്ട്. ബട്ട് ഞാൻ ഇപ്പോഴും എനിക്കൊരു അല്പം ഒരു കോൺഫിഡൻസ് കുറവാണ് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാനുണ്ട്. ബിക്കോസ് ക്ലിയർ ആയിട്ടൊന്ന് എല്ലാവരെയും ഒന്ന് ഔട്ട്, ക്ലിയർ ആയിട്ട് റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സിനെ ഒന്ന് ഔട്ട് ചെയ്യട്ടെ. ഈ ഒരു ഇതിന് മുകളിൽ മാർക്കറ്റ് ഒന്ന് പോയി കഴിയുമ്പോൾ ഞാൻ ഒന്ന് തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ഇതാണ്. ഈ റെസിസ്റ്റൻസ് ഇന്ന് റീടെസ്റ്റ് ചെയ്ത് താഴത്ത് വരാനായിരിക്കും സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ ഇത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് അപ്പം ഇങ്ങനെ വരാനായിരിക്കും സാധ്യത. അപ്പൊ മേ ബി ഇന്ന് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഇത് മേ ബി ഇങ്ങനെ ഈ ഒരു മൂവ് ആണെങ്കിൽ മേ ബി ഇന്ന് സൈഡ് വൈസ് പോകാനായിരിക്കും സാധ്യത കൂടുതൽ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ പോകുമോ? ഓക്കെ, അതുകൊണ്ട് ഇവിടെ ചാടി കയറി എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിലെത്തി ഇവിടുന്ന് താഴത്തോട്ട് ഷോർട്ട് ചെയ്യാം. ഇങ്ങനെയൊന്നും ആരെക്കൊണ്ടും പ്രിഡിക്റ്റ് ഇല്ല. അത് മാർക്കറ്റ് എത്രത്തോളം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി ഇതൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ഇത് മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് പോട്ടെ. ഈ ഏരിയയിലുള്ള എല്ലാ റീറ്റെയിലേഴ്സ് ഒക്കെ ഏത് ഏരിയ ഉണ്ട് കയറിയത് ഈ കയറിയപ്പോൾ ഇവരെ ഒന്ന് ഔട്ട് ആകട്ടെ, ഫുൾ ഒന്ന് ഔട്ട് ചെയ്യട്ടെ. ഫുൾ ഔട്ട് ചെയ്തതിനു ശേഷം ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റ് താഴത്ത് വരാനായിരിക്കും സാധ്യത. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, മേ ബി മാർക്കറ്റ് ഇന്ന് വരാം, ചിലപ്പോൾ നാളെ വരാം. ഇന്ന് വന്നാൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. നമ്മൾ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു, ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓർഡറിനകത്ത് പോവാം. ബാങ്ക് നിഫ്റ്റി 51,100 PE. ഓക്കെ, 120 ക്വാണ്ടിറ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്ന നിയർലി 700 രൂപയ്ക്ക്. ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 448, 448 എത്തുമ്പോൾ എന്റെ ഓർഡർ എക്സിക്യൂട്ട് ആവും. അതേസമയം ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എന്റെ ഓർഡർ എക്സിക്യൂട്ട് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇതേപോലെ മാർക്കറ്റ് ഇവിടെ നിന്ന് എനിക്ക് ഷോർട്ട് ചെയ്യായിരുന്നു, ബട്ട് ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല? ബിക്കോസ് ഈ ഈ ഒരു ഏരിയയിലാണ് റീറ്റെയിലേഴ്സ് കൂടുതലുള്ളത്. സോ അവരെ മാർക്കറ്റ് ഔട്ട് ചെയ്ത് എല്ലാവരെയും വിശ്വാസം മുകളിലോട്ടാക്കട്ടെ. അപ്പോഴേ മാർക്കറ്റിൽ നല്ലൊരു ഫോൾ വരാൻ സാധ്യത കൂടുതൽ. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി കൂടുതലുള്ള സ്ഥലത്ത് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ ഇട്ടിട്ടുണ്ട്, ലോജിക്ക് പറഞ്ഞിട്ടുണ്ട്. ഡീപ്പായിട്ട് ഇതിന് പുറകിൽ വേറൊരു ലോജിക് കൂടിയാണ് മാർക്കറ്റ് ഒരല്പം വളരെ ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞ റീസൺ. ഓക്കെ, അതിന് പിന്നെ റീസൺ വേറെ ഒന്നുകൂടിയുണ്ട്. അത് ഞാൻ എന്റെ അഡ്വാൻസ് ട്രാപ്പ് ട്രേഡിംഗ് മെമ്പേഴ്സിന് മാത്രം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ മേ ബി നാളെയോ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്താണ് മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വരുമോ. നമ്മുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാകും. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രേഡിംഗ് രീതി നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ അവരെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രീതി അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതി തന്നെയാണോ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രേഡിംഗ് സെറ്റപ്സ് ഞാൻ നോക്കി മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഈ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം ഇച്ചിരി കോൺഫിഡൻസോടുകൂടി പറയുന്നത് ഇതേപോലൊരു മൂവ് വരാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. പേഷ്യൻസോട് കാത്തിരുന്നു. മാർക്കറ്റിൽ നല്ലൊരു
മൂവ് ഇവിടെ ട്രാപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ താഴത്ത് വന്നിരുന്നു. ബട്ട് ഞാൻ ഈ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തില്ല. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്തുകൊണ്ട് എൻട്രി എടുത്തില്ല, ഞാൻ എന്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുന്നു. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് എൻട്രി എടുക്കുന്നു. ഇപ്പൊ എൻട്രി ഞാൻ പൊസിഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നുകൊണ്ട് നോക്കാം. ഓക്കെ, നിയർലി 8K. ഓക്കെ, ഞാൻ ആ 448 എൻട്രി എടുത്തില്ല കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. 527 എടുത്തത്. ബിക്കോസ് ആ പുഷ് മേലോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ ഏരിയന് ക്ലിയർ ആയിട്ട് എൻട്രി എടുത്തു. ബിക്കോസ് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്തെന്ന് ഞാൻ എൻട്രി എടുക്കാനായിരുന്നു ക്ലിയർ പ്ലാൻ. ഈ ഏരിയനെ കണ്ടോ, ഈ ഒരു ഏരിയന്ന് ക്ലോസ്, ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് നല്ലൊരു മൂവ് പോകുന്നത് പോലെ കാണിച്ചാൽ താഴത്തോട്ട് ഷോർട്ട് ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. ഓക്കെ, എന്റെ പ്ലാൻ ആകും വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഡിസ്ട്രാക്ട് ആയില്ല. ഞാൻ എന്തുകൊണ്ട് എന്തായാലും ഞാൻ ഡിസ്ട്രാക്ട് ആയില്ല, ബിക്കോസ് എന്റെ കോൺസെൻട്രേഷൻ ഞാൻ മാറ്റിയില്ല. ബിക്കോസ് എനിക്ക് ഈ ഏരിയയിൽ നിന്നും ഇവിടുന്ന് ഷോർട്ട്, ഈ ഏരിയയിൽ നിന്നും ഷോർട്ട് ചെയ്യായിരുന്നു. ഓക്കെ, ബിക്കോസ് ബട്ട് ഞാൻ എന്തുകൊണ്ട് ഷോർട്ട് ചെയ്തില്ല, ബിക്കോസ് എനിക്കറിയാം മാർക്കറ്റിൽ ഒരു പുഷ് എപ്പോൾ വേണേലും മുകളിലോട്ട് ഉണ്ടാകാം. ഈ വന്നൊരു പുഷ് കണ്ടോ, ഈ വന്നൊരു പുഷ് ഉണ്ട്, ഈ ഒരു പുഷ് 400-500 പോയിന്റിന്റെ മൂവ് എപ്പോൾ വേണേലും സഡൻ ആയിട്ട് സംഭവിക്കാം. അപ്പൊ ഞാൻ ഈ ഏരിയയിലേക്ക് എൻട്രി എടുത്താൽ മേ ബി എന്നെ ഒരു സഡൻ മൂവ് തന്നാൽ എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഞാൻ എനിക്ക് സങ്കടമാവും, ഫോമോയാവും, പിന്നെ എന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് എന്താണ്, ഇപ്പൊ എന്താ സംഭവിച്ചത്, ഞാൻ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് എത്തി. ഓക്കെ, എത്തി ആ ഏരിയയിൽ തന്നെ ഏകദേശം 448 പോയില്ലെങ്കിലും നിയർലി പ്രതീക്ഷ ഏരിയ തന്നെ വരികയും അവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ഇതിന് സമയം നോക്കുക, സമയം 3 മണി കഴിഞ്ഞ് 3:07 അപ്പൊ ഈ ഒരു എൻട്രി ഒരല്പം ലേറ്റ് ആയിപ്പോയി. ഈ ഒരു എൻട്രി ഒക്കെ സംഭവിച്ചത് ഒരല്പം ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇതിനകത്ത് ഇവിടെ നടന്ന ഒരു ട്രാപ്പും, ഓക്കെ, ഇപ്പൊ ഈ ഏരിയയിൽ നടന്നു കഴിഞ്ഞാൽ ഈ ട്രാപ്പും, ഓക്കെ, ഈ ഒരു ഏരിയയിൽ നടന്ന ട്രാപ്പും ഇവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു മൂവും ഇവിടുന്ന് ഒരു സെല്ലിംഗ് പോലെ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ബേസിക് ടു അഡ്വാൻസ്, ഓക്കെ, ബേസിക് ടു അഡ്വാൻസിനകത്ത് ഞാൻ ലിക്വിഡിറ്റിയും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള, അതായത് ഇന്ന് ഫ്രൈഡേ, അപ്പൊ ഇനി ആ, 2 ദിവസം വീക്കെൻഡ്, അതിനുശേഷം നടക്കാൻ ട്രെൻഡ് ചേഞ്ച് ആകുമോ, ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കാൻ സാധ്യതയുണ്ടോ, ഞാൻ അതിനകത്ത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ക്വിക്ക് സെല്ലിംഗ് ഉണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി താഴത്ത് വരും. ഓക്കെ, ഇല്ല മാർക്കറ്റിന് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി എന്റെ SL-ന്റെ ഏരിയയിലോട്ട് മൂവ് ആവും. ഈ ഏരിയയിൽ പിന്നെ സെല്ലിംഗ് നടത്തിയതിനു ശേഷം മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ പൊസിഷൻ ഞാൻ ഒന്നുകൂടി കാണിക്കാം നിങ്ങളെ. 120 ക്വാണ്ടിറ്റി, ഓക്കെ, 120 ക്വാണ്ടിറ്റി 51 100 അവറേജ് ചെയ്ത് 528 ഇപ്പൊ 60 പോയിന്റ്, നിയർലി 60 പോയിന്റ് 70 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മാർക്കറ്റിൽ വരാൻ പോകുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വൽ കറക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ ആക്ച്വൽ കറക്ഷൻ ഉണ്ടാകുമോ ഇനിയാണ് തീരുമാനിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളാണ് മാർക്കറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് എന്റെ അടുത്ത ഈ സാറ്റർഡേയോ സൺഡേയോ ഞാൻ ഡീപ്പ് വീഡിയോ, അനാലിസിസ് വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അല്ല മാർക്കറ്റ് ഇനി വരാൻ പോകുന്ന മാർക്കറ്റ് എങ്ങനെ ആളുകളെ പറ്റിക്കും, ആളുകളെ ട്രാപ്പ് ചെയ്ത് എങ്ങനെ മൂവ് ആവും, അത് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.